ഹായ്, ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്നലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നു. പെരിന്തൽമണ്ണയിലുള്ള മഡൺ റോക്ക് അക്കാഡമിയിൽ ഒരു ഓഫ് റോഡ് വെഹിക്കിൾസ് നമുക്ക് എങ്ങനെ പല പല ടെറൈനുകൾ ഓടിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയിൽ ഞാൻ ഇന്നലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ കയ്യിൽ എനിക്ക് ചെറുപ്പം മുതലേ ജിപ്സി ഇല്ലെങ്കിൽ അങ്ങനത്തെ കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ടെറൈനുകൾ കീഴടക്കാൻ പറ്റുന്ന വണ്ടികൾ. അപ്പം അത് ഞാൻ ട്രെയിനിങ്ങിന് ഞാൻ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഓടി, ഇപ്പം ബീച്ചിലാണെങ്കിലും അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻസിലൊക്കെ ആ വണ്ടിയായിട്ട് പോകാറുണ്ട്. പക്ഷേ അതിൻ്റെ ടെക്നിക്കുകൾ എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യൽ ലോക്കുകൾ യൂസ് ചെയ്യാം, ഏത് ഗിയേഴ്സിലാണ് നമുക്ക് നല്ല ടെറൈനുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, സ്റ്റീപ്പായിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും നമ്മുടെ ഇഷ്ടം കൊണ്ടും നമ്മളതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ മഡൺ റോക്സിൽ എന്ന അക്കാഡമിയിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നോക്കുമ്പം ഫഹദ് എന്ന് പറയുന്നതിൻ്റെ വൺ ഓഫ് ദ ഓണർ, പുള്ളി എന്ന് പറയുന്നത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ RFC ഒക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചാമ്പ്യനായിട്ടുള്ള ആളാണ്. അപ്പം അവരുടെ ടീമാണ് അത് നടത്തുന്നത് അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി അവരെ വിളിച്ചു, ഞാനവിടെ പോയി. അപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാര്യം ഇത് നമ്മൾ ഈ ടെക്നിക്ക് അറിയാതെ ഇത് മൊത്തം അവരുടെ ഒരു പ്രൊഫഷണൽസ് പറഞ്ഞിരുന്ന സംഭവമുണ്ടല്ലോ. ആ ട്രാക്കെല്ലാം അടിപൊളിയാണ്. അവിടുത്തെ ട്രാക്ക് അവിടെ ജീപ്പുണ്ട്, പെട്രോൾ വെഹിക്കിൾസ് ഉണ്ട്, ഡീസൽ വെഹിക്കിൾസ് ഉണ്ട്, അങ്ങനെ പല പല കൈൻഡ് ഓഫ് വണ്ടികളുണ്ട്. ആ വണ്ടികളിലൊക്കെ ഏത് ടോക്കിൽ നമ്മൾ വണ്ടി ഓടിക്കണം, ഏത് ഗിയറിൽ നമ്മൾ ഓടിക്കണം, ഇപ്പോൾ 4x4 നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഒരിക്കലും നമ്മുടെ വണ്ടിയെ ഡാമേജ് ആകാത്ത രീതി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനത്തെ ഒരു സ്റ്റഡി ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് ഞാൻ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഞങ്ങൾ ട്രാക്കിൽ കൊണ്ടുപോയി ഈ വണ്ടികളെല്ലാം പല പല ടെറൈനിൽ നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആവും. അങ്ങനത്തെ ടെറൈനിലൊക്കെ നമ്മൾ വണ്ടി ഓടിപ്പിച്ച് നമ്മളെ കോൺഫിഡൻ്റ് ആക്കി, പിന്നെ ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് ഒരു വലിയൊരു ടെറൈൻ കവർ ചെയ്യിപ്പിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് അത്. ഫാദിനെ പോലത്തെ ആൾക്കാരൊക്കെ അത് ചെയ്യുമ്പം പറഞ്ഞു തരുമ്പോൾ നമുക്ക് തരുന്ന അവർ തരുന്നൊരു പവർ ഭയങ്കരമാണ്. അവരുടെ വണ്ടികളൊക്കെ നമുക്ക് തരുവാണ്, അത്രയും വലിയ ടെറൈനിൽ കൂടി ഓടിക്കാൻ നമുക്ക് തരുവാണ്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാറുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ എല്ലാവരിലും ഇപ്പോൾ ഒരു ഓഫ് റോഡ് കാർസ് ഉണ്ട്. ഇപ്പോൾ ജിപ്സിയും ഇല്ലെങ്കിൽ അങ്ങനത്തെ പല വണ്ടികളും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മളിൽ ഓൺ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിംഗ് റേഷ്യോ ഒന്നും അറിയാതെ നമ്മൾ ഓടിക്കുമ്പോൾ അത് വണ്ടിക്കും ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പല അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പം ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ നിങ്ങൾ ഇനിയും അവർ നടത്തുന്നുണ്ട്. അവർ അക്കാഡമിയിൽ ഇനിയും ട്രെയിനിങ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഇല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്രിനാലിൻ റഷസും ഇല്ലെങ്കിൽ നമ്മുടെ പല പേടികളും ഇല്ലാണ്ടാക്കാൻ വരുന്നൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രെയിനിങ് സെക്ഷനാണിത്. അപ്പം മഡ്സ് ആൻഡ് റോക്സിൻ്റെ ഈ അക്കാഡമിയുടെ ഫഹദിൻ്റെ അവരുടെ ഹോൾ ടീമിൻ്റെ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവുകളെ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇനിയുള്ള എല്ലാ അവരുടെ ലെവൽ 2 ലെവൽ 3 ഒക്കെ ഇന്നലെ ലെവൽ 1 സർട്ടിഫിക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ലെവൽ 2 ലെവൽ 3 അങ്ങനെ പല ലെവൽസ് ഉണ്ട്. എന്നിട്ട് അവരുടെ കൂടെ ഒരു പാർട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരാണെങ്കിൽ ഇതൊരു അടിപൊളി ചാൻസാണ്. നമുക്ക് ഭയങ്കര രസമുള്ള കുറേ എക്സ്പീരിയൻസുകളും ഓർമ്മകളും ഒക്കെ നമുക്ക് തരാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പം മഡൺ റോക്സിനും ഫഹദിനും എൻ്റെ എല്ലാവിധ താങ്ക്സും. കാര്യം അത്രയും വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനിയുള്ള എല്ലാ ഷോസിനും എൻ്റെ ആത്മാർത്ഥമായ ഒരു ആശംസകൾ. താങ്ക് യു.